ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ? അധികം സൂഹിക്കേണ്ട. ഇപ്പൊ ഇതുവഴി കോർപ്പറേഷന്റെ വണ്ടി പോവും. അപ്പൊ അത്ര സുഖം കാണില്ല. കോർപ്പറേഷനെ കുറ്റം പറയാൻ വരട്ടെ. എന്റെ മൂക്കടപ്പ് മാറ്റിയത് കോർപ്പറേഷനാ. അതെങ്ങനെ? ഒരാഴ്ചയായി മൂക്കടപ്പ് കാരണം പൊറുതി മുട്ടുകയായിരുന്നു. ഇന്നലെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഭാഗ്യത്തിനൊരു കോർപ്പറേഷൻ വണ്ടി മുമ്പിൽ കൂടെ പോയി. അതിന്റെ മണമടിച്ചപ്പോൾ മൂക്കിന്റെ അടപ്പ് ഇട്ടപ്പേ എന്ന് പറഞ്ഞു തുറന്നു. ഇന്നലെ നിന്റെയും അടപ്പ് തെറിച്ചെന്ന് കേട്ടല്ലോ. എന്റെ അടപ്പോ? അതെപ്പോ? ഞങ്ങൾ അറിഞ്ഞു. റപ്പാ ചേട്ടനാ പറഞ്ഞത് നിന്റെ വണ്ടി പോലീസ് പിടിച്ചെന്ന്. അതിലെന്താ ഇത്ര പുതുമ? എന്നിട്ട് എന്തായി? ഫൈൻ അടച്ചോ? കണക്കായിപ്പോയി. ഫൈനോ? ഞാനോ? എന്നിട്ട് എങ്ങനെ ഊരി പോന്നു? SI ഒരൊറ്റ ചോദ്യ, ലൈസൻസും RCയും എവിടെടാന്ന്. നിനക്ക് എവിടുന്നാ ലൈസൻസ്? 10 വയസ്സുള്ള നിനക്ക് എവിടുന്നടാ ലൈസൻസ് എന്ന് ചോദിച്ചിട്ട് SI ഒരു അലർച്ചയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 18 വയസ്സായെന്ന്, വളർച്ച കുറവുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാന്ന് പറഞ്ഞു. അയാളത് വിശ്വസിച്ചോ? വിശ്വസിക്കാതെ പിന്നെ അതായിരുന്നില്ലേ എന്റെ ഭാവാഭിനയം. അങ്ങനെ പറഞ്ഞത് നന്നായി. 18 വയസ്സില്ലെന്ന് അറിഞ്ഞാൽ വേറെയും ഫൈൻ കിട്ടും. RCയും ഇൻഷുറൻസും ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലെന്നേ, അതച്ഛന്റെ ബാഗിൽ കിടപ്പുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ ഊരിപ്പോന്നു? അതാടാ ടിന്റുമോൻ. ഞാനേ അട്ടയുടെ കണ്ണ് കണ്ടവനാ. ഇപ്പൊ കൊണ്ടു. ഇനി കാണാൻ പോകുമ്പോ എന്നെയും കൂടി വിളിക്കണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പഴഞ്ചൊല്ലും പറയാൻ സമ്മതിക്കില്ല. രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പറയടാ. ഞാൻ നോക്കിയപ്പോ മൂപ്പരുടെ നെറ്റിയിൽ ചന്ദനക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷവും ഒക്കെ. ആളൊരു ഭക്തി ലൈനാണെന്ന് മനസ്സിലായി. പുള്ളി ബുക്കും പേപ്പറും ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? പറഞ്ഞു തുലക്കടാ. ഞാൻ പറഞ്ഞു, മഹാനവമി അല്ലേ, ബുക്കും പേപ്പറും അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കാൻ കൊടുത്തു എന്ന്. SI ഫ്ലാറ്റ്.